ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2003 ഡിസംബർ 13 ഇറാഖിലെ അദ്ദൗർ എന്ന കുഗ്രാമം. ടൈഗ്രീസ് നദിക്കരയിലെ ആ കൃഷിയിടങ്ങളിൽ അന്ന് മരണം പോലെയുള്ള നിശബ്ദതയായിരുന്നു. നിലാവെട്ടം പോലുമില്ലാതെ ആ കൂരിരുട്ടിൽ ശ്വാസമടക്കി പിടിച്ച് ഒരു സംഘം നീങ്ങുന്നുണ്ടായിരുന്നു. അമേരിക്കയുടെ ഏറ്റവും കരുത്തരായ ടാസ്ക് ഫോഴ്സ് 121 സ്പെഷ്യൽ ഓപ്പറേഷൻ സൈനികർ. ദിവസങ്ങളായി ഉറക്കമില്ലാതെ വിശപ്പറിയാതെ അവർ തിരയുന്നത് ഒരാളെയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ വലിയ ഇര. ആദ്യത്തെ 2 ഒളിത്താവളങ്ങളിലും അവർ ഇരച്ചു കയറി. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവിടെങ്ങും അയാളുടെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. ഇത്തവണയും അയാൾ നമ്മുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോയോ എന്ന ചോദ്യം ഓരോ സൈനികൻ്റെയും ഉള്ളിൽ അലതല്ലുന്നുണ്ട്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആ വേട്ടയാടൽ അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ ഓരോ തവണയും അപ്രത്യക്ഷനാകുന്ന ഇറാഖിന്റെ ആ മാന്ത്രികൻ മറ്റാരുമല്ല, സാക്ഷാൽ സദാം ഹുസൈൻ. Ladies and gentlemen, we got him. My fellow citizens, at this hour, American and coalition forces are in the early stages of military operations to disarm Iraq, to free its people, and to defend the world from grave danger. There is no doubt that Saddam Hussein now has weapons of mass destruction. സൈനിക തലവൻ കേണൽ ജെയിംസ് ഹിക്കി തൻ്റെ വാച്ചിലേക്ക് നോക്കി ടെൻഷനിലാണ്. കാരണം സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ രാത്രി അവർക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇത്തവണ അവരെ നയിക്കുന്നത് ഡ്രോണുകളോ സാറ്റലൈറ്റുകളോ ഒന്നുമല്ല, മറിച്ച് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അത് സദ്ദാമിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ബോഡി ഗാർഡ് മുഹമ്മദ് ഇബ്രാഹിം ആയിരുന്നു. സൈനിക വാഹനത്തിൽ നിന്നും ഇറങ്ങിയ അയാൾ പതുക്കെ നടന്നു ചെന്നത് പഴയൊരു മൺകൂരയ്ക്ക് മുന്നിലേക്കാണ്. അവിടെ നിന്നിട്ട് അയാൾ തൻ്റെ ബൂട്ട് കൊണ്ട് നിലത്തൊന്നു തട്ടി. പുറമേ നിന്ന് നോക്കിയാൽ വെറും മണ്ണും ചപ്പു ചവറുകളും വീണ് കിടക്കുന്ന ഒരു സാധാരണ സ്ഥലം. പക്ഷേ സൈനികർ ആ പഴയ പരവതാനി മാറ്റി മണ്ണ് നീക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. മാസങ്ങളായി അടഞ്ഞുകിടന്ന ആ കുഴിക്കുള്ളിൽ നിന്ന് വലിയൊരു ദുർഗന്ധം പുറത്തേക്കടിച്ചു. വെളിച്ചം കടക്കാത്ത ഒരു കറുത്തിരണ്ട കുഴി. സൈനികർ തോക്കുകൾ തയ്യാറാക്കി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാം. പെട്ടെന്ന് ആ ഇരുട്ടിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. വിറയ്ക്കുന്ന 2 കൈകൾ പതുക്കെ ഉയർന്നു വന്നു. പിന്നാലെ ഒരാൾ കഷ്ടപ്പെട്ട് പുറത്തേക്ക് കയറി. മുഷിഞ്ഞ വസ്ത്രം, നീണ്ടു വളർന്ന താടി. ഒടുവിൽ ആ മനുഷ്യൻ തളർന്ന സ്വരത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു, "ഐ ആം സദാം ഹുസൈൻ, പ്രസിഡന്റ് ഓഫ് ഇറാഖ്. ഐ നീഡ് ടു സ്പീക്ക് വിത്ത് യു." ഞാൻ സദാം ഹുസൈൻ, ഇറാഖിൻ്റെ പ്രസിഡന്റ്. എനിക്ക് നിങ്ങളുമായി സംസാരിക്കണം. അധികാരത്തിൻ്റെ ഉച്ചിയിൽ നിന്ന് ഒരു ചെറിയ മൺകുഴിക്കുള്ളിലേക്ക്. സദാമിൻ്റെ ആ വീഴ്ചയുടെ പിന്നിൽ ആരുമറിയാത്ത ചില കഥകളുണ്ട്. ഈ മൺകുഴിക്കുള്ളിലേക്ക് സദാം ഹുസൈൻ എന്ന ഭരണാധികാരി എങ്ങനെ എത്തി? അതറിയാൻ നമ്മൾ 2003 ഡിസംബർ 13 നിന്ന് 9 മാസം പുറകിലേക്ക് പോകണം. അതെ, സദാം ആ കുഴിക്കുള്ളിൽ ആകുന്നതിന് 9 മാസം മുൻപ് നടന്ന ചില കാര്യങ്ങളുണ്ട്. ഇറാഖിലെ തിക്രിത് നഗരം. അന്ന് യുദ്ധമൊക്കെ ഏകദേശം അവസാനിച്ചിരുന്നു. സദാമിൻ്റെ പ്രതിമകൾ ഓരോന്നായി തകർത്തു വീഴ്ത്തി അമേരിക്കൻ സൈന്യം രാജ്യം പിടിച്ചെടുത്തു. പക്ഷേ അവർക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യം ബാക്കിയായി. സദാം ഹുസൈൻ എവിടെ? ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് പോലും ഒരു പിടിയുമില്ലായിരുന്നു. അപ്പോഴാണ് അമേരിക്ക ഒരു വിചിത്രമായ പ്ലാൻ പുറത്തിറക്കുന്നത്. അതൊരു ചീട്ടുകളിയായിരുന്നു. ഇറാഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട 52 കുറ്റവാളികളുടെ ചിത്രങ്ങൾ വെച്ച ഒരു സെറ്റ് ചീട്ടുകൾ. മന്ത്രിമാരും ജനറൽമാരുമൊക്കെ അതിലുണ്ട്. ആ ചീട്ടുകളിലെ ഏറ്റവും പ്രധാനിയായ ഏസ് ഓഫ് സ്പേഡ്സ് മറ്റാരുമല്ല, അത് സദാം തന്നെയായിരുന്നു. ഓരോ സൈനികൻ്റെ കയ്യിലും ഈ ചീട്ടുകൾ കൊടുത്തു. പല പ്രമുഖരും പിടിയിലായിട്ടും സദാമിനെ മാത്രം കാണാനില്ല. എല്ലാ വഴികളും അടഞ്ഞു എന്ന് കരുതിയപ്പോഴാണ് കളി മാറുന്നത്. തിക്രിതിലെ ഒരു ചെറിയ മുറിയിൽ ഉറക്കമില്ലാത്ത കണ്ണുകളുമായി ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. എറിക് മാഡോക്സ്. അദ്ദേഹം വലിയൊരു ഹീറോയൊന്നുമല്ല, വെറുമൊരു സാധാരണ ഉദ്യോഗസ്ഥൻ മാത്രം. തടവുകാരെ ചോദ്യം ചെയ്യുക എന്നതാണ് അയാളുടെ ജോലി. പക്ഷെ ലോകം മുഴുവൻ തിരയുന്ന ആ രഹസ്യം കണ്ടെത്താൻ പോകുന്നത് ഈ മനുഷ്യൻ്റെ ബുദ്ധിയാണ്. തൻ്റെ മുന്നിലെ ബോർഡിലിരിക്കുന്ന വലിയ വലിയ നേതാക്കളുടെ ചിത്രങ്ങളിലേക്ക് നോക്കി അദ്ദേഹം പെട്ടെന്ന് ആ ചിത്രങ്ങളെല്ലാം വലിച്ചു കീറി. മാഡോക്സിൻ്റെ മനസ്സിൽ പുതിയൊരു ബുദ്ധി ഉദിച്ചു. ജീവൻ രക്ഷിക്കാൻ ഓടുന്ന ഒരാൾ ഒരിക്കലും വലിയ പദവികളുള്ള നേതാക്കളെ വിശ്വസിക്കില്ല. അയാൾക്ക് വിശ്വാസം സ്വന്തം കുടുംബത്തെയും ബന്ധുക്കളെയും മാത്രമായിരിക്കും.
മഡോക്സ് ഉടനെ കളി മാറ്റി. വലിയ ജനറൽമാർക്ക് പിന്നാലെ പോകുന്നത് അദ്ദേഹം നിർത്തി. പകരം സാധാരണക്കാരെ തിരയാൻ തുടങ്ങി. സദാമിൻ്റെ ഡ്രൈവർമാർ, പാചകക്കാർ, സെക്യൂരിറ്റിക്കാർ, അമേരിക്കൻ സൈന്യം വെറും വേസ്റ്റ് എന്ന് കരുതി തള്ളിക്കളഞ്ഞ ആളുകൾ. പതുക്കെ മാഡോക്സിന്റെ ബോർഡിൽ പുതിയൊരു മാപ്പ് തെളിഞ്ഞു. അത് സദാമിന്റെ സ്വന്തം ഗോത്രമായ അൽ മുസല്ലത്ത് കുടുംബത്തിലേക്കായിരുന്നു വിരൽ ചൂണ്ടിയത്. സ്വന്തം ബന്ധുക്കൾ, ഒരേ രക്തം. ആ മാപ്പിന്റെ നടുവിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു പേരുണ്ടായിരുന്നു. അമേരിക്കയുടെ ആ ചീട്ടുകളികളിലൊന്നും ആ മുഖമില്ല. മുഹമ്മദ് ഇബ്രാഹിം, സദാമിന്റെ വിശ്വസ്തനായ സെക്യൂരിറ്റി തലവൻ. മാഡോക്സ് ആ പേരിന് ചുറ്റും ചുവന്ന വട്ടം വരച്ചു. അതോടെ യഥാർത്ഥ ഗെയിം തുടങ്ങുകയായിരുന്നു. പേര് കിട്ടി, പക്ഷെ ആളെ കിട്ടണ്ടേ? മുഹമ്മദ് ഇബ്രാഹിം ഒരു മായാവിയെ പോലെ ആയിരുന്നു. അമേരിക്കൻ സൈന്യം എത്തുമ്പോഴേക്കും അയാൾ സ്ഥലം വിട്ടിട്ടുണ്ടാകും. ഒടുവിൽ മാഡോക്സ് തൻ്റെ അടവ് മാറ്റി. അയാളെ കിട്ടുന്നില്ലെങ്കിൽ അയാളുടെ വീട്ടുകാരെ പൊക്കുക. പിന്നീട് നടന്നത് കടുത്ത ചോദ്യം ചെയ്യലുകളാണ്. അബു ഗ്രൈബ് ജയിലിലെ ആ ഇരുണ്ട മുറികളിൽ പലരും ക്രൂരമായ ചോദ്യം ചെയ്യലിന് വിധേയരായി. ഒടുവിൽ ഇബ്രാഹിമിന്റെ മകന് ആ രഹസ്യം പറയേണ്ടി വന്നു. എൻ്റെ ഉപ്പയ്ക്ക് മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സമറയിലെ ഒരു ഫിഷ് ഫാമിന് അടുത്താണ് പുള്ളി മിക്കപ്പോഴും ഉണ്ടാവാറുള്ളത്. വെറുമൊരു മീൻപിടുത്തം മാത്രമാണോ ഇത്? അല്ല. മാഡോക്സിന്റെ ബുദ്ധിയിൽ അപ്പോൾ ഒരു പഴയ റിപ്പോർട്ട് തെളിഞ്ഞു വന്നു. സദാം ഹുസൈന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഗ്രിൽ ചെയ്ത മീനായിരുന്നു. അതിൻ്റെ പേര് മസ്ഗൂഫ്. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. ഇബ്രാഹിം വെറും ഒരു ബോഡി ഗാർഡ് മാത്രമല്ല, സദാമിന് ഇഷ്ടപ്പെട്ട ഈ മീൻ എത്തിച്ചു കൊടുക്കുന്ന ആളും കൂടിയാണ്. ഈ മീനിന് പിന്നാലെ പോയാൽ സദാമിന് ഉറപ്പായും പൊക്കാം. സൈന്യമുടനെ ആ ഫിഷ് ഫാം അങ്ങ് വളഞ്ഞു. പക്ഷേ അപ്പോഴും ഇബ്രാഹിം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എങ്കിലും അവിടെ വെച്ച് അയാളുടെ ഒരു ബന്ധു പിടിക്കപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അയാൾ ആ രഹസ്യം വെളിപ്പെടുത്തുകയുണ്ടായി. ബാഗ്ദാദിലെ ഒരു ചെറിയ ഫ്ലാറ്റിലുണ്ട് ഇബ്രാഹിം എന്ന സത്യം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അതിവേഗം സൈന്യം ബാഗ്ദാദിലെ ആ ഫ്ലാറ്റിലെത്തി. മാഡോക്സിനെ സംബന്ധിച്ച് ഇതൊരു അവസാനവട്ട പരീക്ഷണമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇറാഖിലെ ഡ്യൂട്ടി അന്ന് കഴിയുകയാണ്. തൊട്ടടുത്ത ദിവസം രാവിലെ നാട്ടിലേക്ക് മടങ്ങണം. അതിനു മുൻപ് ഇബ്രാഹിമിനെ കിട്ടിയേ തീരൂ. പക്ഷേ ആ ഫ്ലാറ്റിലും നിരാശയായിരുന്നു ബലം. അവിടെ കുറേ പേരെ പിടികൂടിയെങ്കിലും ഇബ്രാഹിമിനെ കണ്ടില്ല. സമയം തീരാറായി. അവിടെ ഉണ്ടായിരുന്ന ഒരാളെ മാഡോക്സ് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ നീണ്ട സമ്മർദ്ദത്തിനൊടുവിൽ അയാൾ ആ സത്യം പറഞ്ഞു. മുഹമ്മദ് ഇബ്രാഹിം ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളോടൊപ്പം. മാഡോക്സ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഓടിച്ചെന്ന് തടവുകാരെ ഇരുത്തിയിരുന്ന മുറ്റത്തെത്തി. എല്ലാവരുടെയും തല തുണി കൊണ്ട് മൂടിയിരിക്കുകയാണ്. മാഡോക്സ് ഓരോരുത്തരുടെയും മുഖത്തെ തുണി മാറ്റി നോക്കി. ഒന്നാമനല്ല, രണ്ടാമനുമല്ല, മൂന്നാമൻ. കണ്ണുകളിൽ മരണഭയമുള്ള കുറച്ച് തടിച്ച ഒരു മനുഷ്യൻ. മാഡോക്സ് അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. സംശയമില്ല, അത് അയാൾ തന്നെ. ഇബ്രാഹിം അങ്ങനെ പിടിയിലായി. ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രം, ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ പേര്, സാക്ഷാൽ സദാം ഹുസൈൻ. പക്ഷേ ഇവിടെ വെച്ച് ഈ കഥ രണ്ട് വഴികളിലേക്ക് തിരിയുകയാണ്. ഒന്ന്, അമേരിക്കൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട്. അതനുസരിച്ച് അതൊരു ഡീൽ മാത്രമായിരുന്നു. സദാം എവിടെയുണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ $25 മില്യൺ പ്രതിഫലം. Is $25 million on the head of Saddam going to change anything? With a reward of $25 million, American troops are increasingly confident that they will soon have the ace in their pack. ഒപ്പം കുടുംബത്തിന് സുരക്ഷിതമായ ജീവിതം. ഒരു സാധാരണ ബിസിനസ് പോലെ എല്ലാം അവസാനിച്ചു എന്നാണ് അവർ ഇബ്രാഹിമിനോട് പറഞ്ഞത്. പക്ഷെ ശരിക്കും ഇത് തന്നെയാണോ നടന്നത്? ഓർക്കണം, അത് 2003 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച അബൂ ഗ്രൈബ് ജയിലിലെ ആ ക്രൂരമായ പീഡന ദൃശ്യങ്ങൾ പുറത്തു വന്ന അതേ കാലം. അവിടെ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ അത് വെറും വാക്കുകൾ മാത്രമായിരുന്നില്ല. അതിക്രൂരമായ ശാരീരിക പീഡനങ്ങളുടെ മറ്റൊരു പേര് കൂടിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രഹസ്യം വെറും പണത്തിനു മുന്നിൽ ഇത്ര വേഗം ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? ആ ചോദ്യം ചെയ്യൽ മുറിക്കുള്ളിൽ മാനസികമായ സമ്മർദ്ദം മാത്രമല്ല ഉണ്ടായിരുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു. അവിടെ ശരിക്കും എന്താണ് നടന്നതെന്ന് ആ മുറിക്കുള്ളിലെ ചുവരുകൾക്ക് മാത്രമേ അറിയാവൂ. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇബ്രാഹിം പാടെ തകർന്നുപോയി. അയാളുടെ ഉള്ളിലെ ആ വിശ്വസ്തതയും ധൈര്യവുമെല്ലാം തകർന്ന് തരിപ്പണമായി. ഒടുവിൽ പേടിച്ചു വിറയ്ക്കുന്ന ശബ്ദത്തോടെ അയാൾ ആ സൈനികരോട് ആ രഹസ്യം വെളിപ്പെടുത്തി. ഞാൻ കാണിച്ചു തരാം, സദാം എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സൈനിക വാഹനങ്ങളുടെ ആ വലിയ നിര ഇരുട്ടിലേക്ക് കുതിച്ചു. ലക്ഷ്യം അദ്ദൌ.
ടൈഗ്രീസ് നദിക്കരയിലെ ആ വിജനമായ കൃഷിയിടം. അവിടെയാണ് എല്ലാം അവസാനിക്കാൻ പോകുന്നത്. നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത്, ആ മൺകൂരയുടെ മുറ്റത്ത് കഥ വീണ്ടും തിരിച്ചെത്തുന്നു. ആ സ്പൈഡർ ഹോൾ, മുഹമ്മദ് ഇബ്രാഹിം കാണിച്ചു കൊടുത്ത ആ സ്ഥലത്ത് സൈനികർ നിലയുറപ്പിച്ചു. സ്വർണ്ണക്കട്ടിലുകളിൽ ഉറങ്ങിയിരുന്ന ആ വലിയ കൊട്ടാരങ്ങളിൽ വാണിരുന്ന ആ ഏകാധിപതി ഒരു എലിയെ പോലെ മണ്ണ് പുരണ്ട് ആ ചെറിയ കുഴിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന തോക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്തത്ര അയാൾ തളർന്നു പോയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ മാസങ്ങളോളം കബളിപ്പിച്ച എയ്റ്റ്സ് ഓഫ് സ്പേഡ്സ് ഒടുവിൽ വെറും കൈകളോടെ കീഴടങ്ങിയത് ഇവിടെ വെച്ചാണ്. പക്ഷേ അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? സദാം അമേരിക്കൻ സൈനികരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ആ നാടകീയ സംഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ബാക്കിയാണ്. എന്തുകൊണ്ടാണ് സദാം ഇത്രയും വലിയൊരു ലോകത്ത് ഈ കൊച്ചു മൺകുഴി തന്നെ തിരഞ്ഞെടുത്തത്? അതറിയാൻ നമ്മൾ കുറച്ചുകൂടി പിന്നോട്ട് പോകണം. ഏകദേശം പിടിക്കപ്പെട്ടതിന് 235 ദിവസങ്ങൾക്ക് മുൻപ് ബാഗ്ദാദ് അന്ന് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരുന്നു. രാജ്യം ഭരിച്ചിരുന്ന സദാം ഹുസൈൻ അപ്പോൾ വെറുമൊരു പിടികിട്ടാ പുള്ളിയാണ്. സ്വന്തമായ ഒരു വീടില്ലാതെ, കൂട്ടിനാരുമില്ലാതെ അയാൾ ഓരോ ഇടങ്ങളിലേക്കും അലഞ്ഞു തിരിഞ്ഞു. പഴയ സുഹൃത്തുക്കളുടെയും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുടെയും സ്വന്തം ബന്ധുക്കളുടെയും വാതിലുകളിൽ അയാൾ ചെന്നു മുട്ടി. പക്ഷേ അധികാരം പോയ സദാമിനെ സഹായിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. കാരണം സദാമിനെ ഒളിപ്പിച്ചാൽ അമേരിക്ക തങ്ങളെ വെറുതെ വിടില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഏറ്റവും അടുത്തവർ പോലും മുഖം തിരിച്ചു. ഒടുവിൽ മറ്റൊരു വഴിയുമില്ലാതെ അയാൾ പണ്ട് തനിക്ക് പരിചിതമായ ഒരിടത്തേക്ക് തന്നെ മടങ്ങിയെത്തി. നാമിക് കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ചെറിയ കൃഷിസ്ഥലം, സ്വന്തം ഗോത്രക്കാർ താമസിക്കുന്ന ശാന്തമായ ഒരു പ്രദേശം. പക്ഷേ ഈ സ്ഥലത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ചരിത്രം ഇവിടെ ശരിക്കും ആവർത്തിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1959 അന്നത്തെ ഇറാഖ് പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ യുവാവായ സദാം ഒളിവിൽ കഴിഞ്ഞത് ഇതേ മൺകൂരയിലായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ലോകം മുഴുവൻ തന്നെ വേട്ടയാടുമ്പോൾ അയാൾ അഭയം തേടി വീണ്ടും അതേ മണ്ണിലേക്ക് തന്നെ തിരിച്ചെത്തി. തൻ്റെ രാഷ്ട്രീയ ജീവിതം എവിടെ തുടങ്ങിയോ കൃത്യം അവിടെ തന്നെ അത് അവസാനിക്കുകയും ചെയ്തു. പലരും വിശ്വസിക്കുന്നത് പോലെ സദാം ഹുസൈൻ ആ 235 ദിവസവും ഒരു മൃഗത്തെ പോലെ മണ്ണിനടിയിൽ കിടക്കുകയല്ലായിരുന്നു. ആ കൃഷിഭൂമിയിലെ ഒരു ചെറിയ മുറിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. പുറം ലോകം അറിയാത്ത വളരെ ലളിതമായ ഒരു ഒളിത്താവളം. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ആ കുഴി? ആ അണ്ടർഗ്രൗണ്ട് ഹോള് ശരിക്കും ഒരു പാനിക് റൂം പോലെ ആയിരുന്നു. അതായത് അപ്രതീക്ഷിതമായി സൈന്യം റെയ്ഡിന് എത്തിയാൽ മാത്രം ഒളിച്ചിരിക്കാൻ അലാൻ നാമിക് എന്നയാൾ നിർമ്മിച്ച ഒരു രഹസ്യ സങ്കേതം. I had the chance to clamber into the tyrant's last hiding place. It's a miserable hiding place, particularly for a man who built some of the most ostentatious palaces in the Middle East. വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഇത്. ഏകദേശം 2.5 മീറ്റർ താഴ്ചയുള്ള ഈ കുഴിയുടെ ഭിത്തികൾ ഇഷ്ടികയും സിമന്റും ഉപയോഗിച്ച് ബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ ഒട്ടും സ്ഥലമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ശവപ്പെട്ടിയുടെ അത്രയും മാത്രം വലിപ്പം. ആ കുഴിയുടെ വാതിൽ ഒരു സ്റ്റൈറോഫോം മൂടി കൊണ്ടാണ് അടച്ചിരുന്നത്. അതിൻ്റെ മുകളിൽ മണ്ണും ചെടികളും വെച്ച് പിടിപ്പിച്ചതിനാൽ ആർക്കും ഒരു സംശയം തോന്നില്ല. ശ്വസിക്കാൻ ആവശ്യമായ വായു കിട്ടാൻ ഒരു ചെറിയ പ്ലാസ്റ്റിക് പൈപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ജീവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ശത്രുക്കളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരിടം. ലോകത്തെ വിറപ്പിച്ച ആ പ്രതാപശാലി തൻ്റെ അവസാന നിമിഷങ്ങൾ എണ്ണിക്കഴിഞ്ഞത് സുഖസൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ ഇരുട്ടറയിലായിരുന്നു. അമേരിക്കൻ പെട്രോളിംഗ് സംഘം ആ കൃഷിയിടത്തിനരികിലെത്തുമ്പോഴെല്ലാം സദാം തൻ്റെ ഗ്ലോക്ക് പിസ്റ്റളും എടുത്ത് ആ കുഴിയിലേക്ക് ഇറങ്ങും. പുറത്ത് ശത്രുക്കളുടെ ബൂട്ട് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ശ്വാസമടക്കി പിടിച്ച് ആ കൂരിരുട്ടിൽ അയാൾ കാത്തിരിക്കും. അപകടം ഒഴിഞ്ഞെന്ന് ഉറപ്പായാൽ മാത്രം പതുക്കെ പുറത്തേക്ക് വരും. പക്ഷേ ഒളിവിലിരിക്കുമ്പോഴും സദാം ഹുസൈൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അയാൾ അപ്പോഴും സജീവമായിരുന്നു. എല്ലാ ദിവസവും BBC അറബിക് റേഡിയോ അദ്ദേഹം ശ്രദ്ധാപൂർവം കേൾക്കും. റേഡിയോ വാർത്തകൾ കേൾക്കാത്ത സമയങ്ങളിൽ അദ്ദേഹം കവിതകൾ എഴുതുമായിരുന്നു. എല്ലാറ്റിലും ഉപരി ആ ഒളിത്താവളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അയാൾ തൻ്റെ അനുയായികൾക്ക് രഹസ്യമായ ഉത്തരവുകൾ നൽകിക്കൊണ്ടേയിരുന്നു. ഇറാഖിലെ അമേരിക്കൻ വിരുദ്ധ പോരാട്ടങ്ങളെ ആ കുഴിക്കുള്ളിലിരുന്ന് നിയന്ത്രിക്കാനായിരുന്നു സദാമിൻ്റെ ശ്രമം. അധികാരം പോയെങ്കിലും
താനാണ് ഇപ്പോഴും ഇറാഖിനെ നയിക്കുന്നത് എന്ന് വിശ്വസിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷേ അധിക കാലം ആ ഒളിച്ചുകളി തുടരാൻ അദ്ദേഹത്തിന് ആയില്ല. മുഹമ്മദ് ഇബ്രാഹിം എന്ന വിശ്വസ്തൻ്റെ ഒരൊറ്റ വാക്ക് അത് സദാമിൻ്റെ എല്ലാ കണക്കു കൂട്ടലുകളും തെറ്റിച്ചു കളഞ്ഞു. ലോകം ഭയപ്പെട്ടിരുന്ന സദാം ഹുസൈനും പുറം ലോകവും തമ്മിലുള്ള ഏക ബന്ധം ഒരേ ഒരു മനുഷ്യനായിരുന്നു, അലാൻ നാമിക്. സദാമിന് അയാൾ പാചകക്കാരനും ബാർബറും ബോഡിഗാർഡും ഒക്കെയായിരുന്നു. സദാമിൻ്റെ രഹസ്യ സന്ദേശങ്ങൾ പുറത്തെത്തിക്കുന്നതും മറുപടികൾ കൊണ്ടുവരുന്നതും അലാ തന്നെയായിരുന്നു. പക്ഷേ ഏതൊരു സുരക്ഷാ പ്ലാനിനും ഒരു ബലഹീനത ഉണ്ടാകുമല്ലോ. ഇവിടെ അത് അമിതമായ വിശ്വാസമായിരുന്നു. സദാം പിടിക്കപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ തലവനായ മുഹമ്മദ് ഇബ്രാഹിം ആ കൃഷിസ്ഥലം സന്ദർശിച്ചിരുന്നു. സദാമിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നിട്ടും ആ രഹസ്യ ഗുഹ എവിടെയാണെന്ന് ഇബ്രാഹിമിന് അറിയില്ലായിരുന്നു. സംസാരത്തിനിടയിൽ സദാം കുറച്ചു നേരത്തേക്ക് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ആ സമയം നോക്കി ഇബ്രാഹിം തൻ്റെ കളി തുടങ്ങി. അയാൾ അലാൻ നാമിക്കിനോട് ചോദിച്ചു, പെട്ടെന്ന് അമേരിക്കൻ സൈന്യം ഇവിടെ വളഞ്ഞാൽ അദ്ദേഹം എവിടെയാണ് ഒളിക്കുക? വളരെ നിസ്സാരമായ ഒരു ചോദ്യം, പക്ഷേ അത് വലിയൊരു കെണിയായിരുന്നു. അല അയാളെ കണ്ണടച്ച് വിശ്വസിച്ചു. ആ വിശ്വാസം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അമളിയായി മാറി. മണ്ണിനടിയിലെ ആ രഹസ്യ അറയെക്കുറിച്ചും അത് എവിടെയാണെന്നുമുള്ള എല്ലാ വിവരങ്ങളും അല ഇബ്രാഹിമിനോട് പറഞ്ഞു കൊടുത്തു. വർഷങ്ങളോളം രഹസ്യമായി സൂക്ഷിച്ച ആ ഒളിത്താവളം അങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് ശത്രുക്കളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. പിന്നീട് അമേരിക്കൻ സൈന്യത്തിൻ്റെ ചോദ്യം ചെയ്യൽ മുറിയിൽ വെച്ചാണ് ആ രഹസ്യം പുറത്തു വന്നത്. അലാൻ നാമിക്ക് നൽകിയ ആ ഒരു ചെറിയ വിവരം ലോകത്തിലെ ഏറ്റവും കരുത്തരായ അമേരിക്കൻ സൈന്യത്തിന് സദാമിനെ പിടികൂടാൻ അത് മതിയായിരുന്നു. സൈനിക വാഹനങ്ങളുടെ ആ വലിയ നിര നിശബ്ദമായി ആ കൃഷിയിടത്തിന് മുന്നിൽ വന്നു നിന്നു. ചുറ്റും കനത്ത നിശബ്ദത. ചരിത്ര പ്രസിദ്ധമായ ഓപ്പറേഷൻ റെഡ് ഡോൺ അവിടെ ആരംഭിക്കുകയാണ്. ഏകദേശം 600ഓളം സൈനികർ ആ പ്രദേശം പൂർണ്ണമായും വളഞ്ഞു. അമേരിക്കയുടെ ഏറ്റവും മികച്ച പോരാളികളായ ഡെൽറ്റ ഫോഴ്സ് പതുക്കെ മുന്നോട്ട് നീങ്ങി. അവർ ആ മൺകൂരയിലേക്ക് ഇരച്ചു കയറി. മുറികളും ചുമരുകളും എല്ലാം അരിച്ചു പെറുക്കി. അടുത്തുള്ള മരങ്ങളും ഓറഞ്ച് തോട്ടവുമെല്ലാം അവർ പരിശോധിച്ചു. പക്ഷേ എവിടെയും ആരെയും കണ്ടെത്താനായില്ല. മിനിറ്റുകൾ കടന്നുപോയി. സൈനികർക്കിടയിൽ ടെൻഷൻ കൂടി വന്നു. കിട്ടിയ വിവരം തെറ്റാണോ? ഇത്തവണയും സദാം രക്ഷപ്പെട്ടു. ലോകം ഉറ്റുനോക്കുന്ന ആ വലിയ ദൗത്യം പരാജയപ്പെടുമെന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. ദൗത്യം പരാജയപ്പെടുമെന്ന് ഉറപ്പായ ആ നിമിഷം കമാൻഡർ തൻ്റെ അവസാന അടവ് പുറത്തെടുത്തു. സൈനിക വാഹനത്തിൻ്റെ പിൻവാതിൽ തുറന്നു. അവർ മുഹമ്മദ് ഇബ്രാഹിമിനെ പുറത്തേക്ക് ഇറക്കി. അയാൾ ഒന്നും സംസാരിച്ചില്ല. ഒരു നിമിഷം പോലും മടിച്ചതുമില്ല. പരിഭ്രമിച്ചു നിൽക്കുന്ന സൈനികർക്കിടയിലൂടെ അയാൾ മുന്നോട്ട് നടന്നു. ആ മുറ്റത്തെ ഒരു ഈന്തപ്പനയ്ക്ക് അരികിലെത്തിയപ്പോൾ അയാൾ നിന്നു. തൻ്റെ ബൂട്ട് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മണ്ണും ചപ്പുചവറുകളും അയാൾ വകഞ്ഞു മാറ്റി. സൈനികർ എത്രയോ തവണ നടന്നുപോയ ആരും ശ്രദ്ധിക്കാത്ത അതേ സ്ഥലം. പെട്ടെന്ന് സൈനികർ അങ്ങോട്ടേക്ക് കുതിച്ചെത്തി. അവർക്ക് കാര്യം മനസ്സിലായി. ഇതാണ് ആ ഒളിത്താവളം. അവർ മണ്ണ് നീക്കി. ആ വെളുത്ത മൂടി അവിടെ തെളിഞ്ഞു വന്നു. ഒരു സൈനികൻ പെട്ടെന്ന് തൻ്റെ ഗ്രനേഡ് എടുത്ത് കുഴിക്കുള്ളിലേക്ക് എറിയാൻ തയ്യാറായി. ഒരു സെക്കൻഡ് കൂടി വൈകിയിരുന്നെങ്കിൽ എല്ലാം അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. വെടിവെക്കരുത്, വെടിവെക്കരുത്. സൈനികർ സ്തംഭിച്ചുപോയി. വിറയ്ക്കുന്ന അഴുക്കു പിടിച്ച 2 കൈകൾ ആ കുഴിയിൽ നിന്ന് പതുക്കെ ഉയർന്നു വന്നു. അവർ അയാളെ പിടിച്ചുയർത്തി. ടോർച്ച് വെട്ടത്തിൽ ആ മുഖം തെളിഞ്ഞു. ചീകി ഒതുക്കാത്ത മുടി, പന്തലിച്ച താടി, വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസപ്പെടുന്ന കണ്ണുകൾ. നമ്മൾ കണ്ടിരുന്ന ആ പ്രതാപശാലിയായ ഭരണാധികാരിയല്ല ഇത്. അയാളുടെ അരയിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് തൊടാൻ പോലും അയാൾ ശ്രമിച്ചില്ല. ഒരു പ്രതിരോധവുമില്ലാതെ അയാൾ കീഴടങ്ങി. ആ തോക്ക് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് തൻ്റെ ഡെസ്കിൽ ഒരു യുദ്ധസ്മാരകമായി സൂക്ഷിച്ചു എന്നത് മറ്റൊരു ചരിത്രമാണ്. സദാം അവിടെ എഴുന്നേറ്റ് നിന്നു. വസ്ത്രത്തിലെ മണ്ണ് തട്ടിക്കളഞ്ഞ് തളർന്ന ശബ്ദത്തിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഞാൻ സദാം ഹുസൈൻ, ഇറാഖിൻ്റെ പ്രസിഡന്റ്. എനിക്ക് നിങ്ങളുമായി സംസാരിക്കണം. പ്രസിഡന്റ് ബുഷ് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു മറുപടി. അവിടെ വെച്ച് അപ്രതീക്ഷിതമായ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അത് ചെയ്തത് അമേരിക്കൻ സൈനികരായിരുന്നില്ല, മറിച്ച് കൂടെയുണ്ടായിരുന്ന ഇറാഖി പരിഭാഷകനായിരുന്നു. സദാമിൻ്റെ ഭരണത്തിന് കീഴിൽ ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ച ഒരു സാധാരണ ഇറാഖി പൗരൻ.
തൻ്റെ ജീവിതം തകർത്ത ആ മനുഷ്യനെ നേരിട്ട് കണ്ടപ്പോൾ അയാളുടെ നിയന്ത്രണം വിട്ടുപോയി. അയാൾ സദാമിന് നേരെ പാഞ്ഞെടുത്തു. സദാമിൻ്റെ മുഖത്ത് ആഞ്ഞു പ്രകടിച്ചുകൊണ്ട് അയാൾ ഉറക്കെ ആക്രോശിച്ചു. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ വേദനയും ദേഷ്യവുമാണ് ആ നിമിഷം പുറത്തു വന്നത്. ഉടൻ തന്നെ സൈനികർ അയാളെ പിടിച്ചുമാറ്റി. പക്ഷേ അത് വെറുമൊരു മർദ്ദനം മാത്രമായിരുന്നില്ല, ഒരു ജനതയുടെ മുഴുവൻ പ്രതിഷേധമായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അവിടെയെല്ലാം ശാന്തമായി. സൈനികർ സദാമിനെ വേഗത്തിൽ അവിടെ നിന്നും മാറ്റി. കാത്തുനിന്നിരുന്ന ഹെലികോപ്റ്ററിനുള്ളിലേക്ക് അയാളെ കയറ്റി. വർഷങ്ങൾ നീണ്ട ആ വലിയ വേട്ടയ്ക്ക് അവിടെ വിരാമമായി. പക്ഷേ സദാമിനെ പിടിക്കുക എന്നത് ആദ്യത്തെ ചുവടുവെപ്പ് മാത്രമായിരുന്നു. അടുത്തത് ഒരു വലിയ മനഃശാസ്ത്രപരമായ പോരാട്ടമായിരുന്നു. സദാമിനെക്കുറിച്ചുള്ള ആ പഴയ ആരാധനയും ഭയവും ജനങ്ങളിൽ നിന്നും മായ്ച്ചു കളയണമായിരുന്നു. ബാബിലോണിലെ സിംഹം, ലയൺ ഓഫ് ബാബിലോൺ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ വെറുമൊരു നിസ്സഹായനായ വൃദ്ധൻ മാത്രമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കണമായിരുന്നു. അങ്ങനെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പെർസെപ്ഷൻ വാർ ഓഫ് പെർസെപ്ഷൻ അഥവാ കാഴ്ചപ്പാടുകളുടെ യുദ്ധം അവിടെ ആരംഭിക്കുകയായിരുന്നു. സദാം എന്ന സിംഹത്തെ ലോകത്തിന് മുന്നിൽ ഒരു നിസ്സഹായനായ വൃദ്ധനായി കാണിക്കാനുള്ള മനഃശാസ്ത്രപരമായ നീക്കമായിരുന്നു അത്. അമേരിക്കൻ സൈന്യത്തിൻ്റെ സൈക്കോളജി ടീം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ചില ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ വിട്ടു. ആ വീഡിയോകളിൽ സദാം ഒരു നായകനായിരുന്നില്ല, ഒരു കരുത്തനുമായിരുന്നില്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ അയാളെ വെറും ഒരു സാധാരണക്കാരനായി കാണിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അവ. വെളിച്ചത്തിന് താഴെ നിസ്സഹായനായിരിക്കുന്ന സദാം ഒരു മൃഗത്തെ പരിശോധിക്കുന്നത് പോലെ ഡോക്ടർമാർ അയാളുടെ വായ തുറന്നു നോക്കുന്നു. ആ ദൃശ്യങ്ങൾ നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. ഇയാൾ തൊടാൻ പറ്റാത്തവനല്ല, ഇയാൾക്ക് ഇനി അധികാരവുമില്ല, ഇയാളുടെ കഥ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം അമേരിക്കൻ അഡ്മിനിസ്ട്രേറ്റർ പോൾ ബ്രമർ ലോകത്തിന് മുന്നിലെത്തി ആ പ്രസിദ്ധമായ വരികൾ പറഞ്ഞു. Ladies and gentlemen, we got him. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വി ഗോട്ട് ഹിം. മാന്യരെ, നമ്മൾ അയാളെ പിടികൂടിയിരിക്കുന്നു. അവിടെ നിന്ന് 3 വർഷങ്ങൾ കൂടി കടന്നുപോയി. 2006 ഡിസംബർ 30 ബാഗ്ദാദിലെ ഒരു തണുത്ത പുലർച്ച. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ആ പുണ്യദിനം. കോടതി വിധിച്ച മരണശിക്ഷ നടപ്പിലാക്കാൻ സദാം ഹുസൈനെ അവർ കൊണ്ടുപോയി. ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ച ആ ശബ്ദം അവിടെ എന്നേക്കുമായി നിലച്ചു. അധികാരവും പ്രതാപവും എന്നും നിലനിൽക്കില്ലെന്നും ചരിത്രം ഒരാളെയും കാത്തു നിൽക്കില്ല എന്നുമുള്ള വലിയ സത്യം ബാക്കി വെച്ച് ആ അധ്യായം അവിടെ അവസാനിക്കുകയായി. സദാം ഹുസൈൻ്റെ കഴുത്തിൽ ആ കുരുക്ക് മുറുക്കിയപ്പോൾ സദാമിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ജീവിതത്തിൻ്റെ അവസാന സെക്കൻഡുകളിൽ പോലും സദാമിന് ആ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. പെട്ടെന്ന് അയാളുടെ പാദങ്ങൾക്കടിയിലെ ആ വാതിൽ, ട്രാപ്പ് ഡോർ തുറന്നു. ഒരു വീഴ്ച. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം നിശ്ചലമായി. ഒരു കാലത്ത് ഇറാഖിനെ വിറപ്പിച്ചിരുന്ന ആ മനുഷ്യൻ വെറുമൊരു കയറിൻ്റെ അറ്റത്ത് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. സദാമിൻ്റെ ഈ അറസ്റ്റ് വെറുമൊരു പിടികൂടലായിരുന്നില്ല, അത് കൃത്യമായ ബുദ്ധിയും തന്ത്രങ്ങളും ചേർന്ന ഒന്നായിരുന്നു. പക്ഷേ സദാമിന് ശേഷം ഇറാഖിൽ സമാധാനം വന്നോ? ഇല്ല. ഇറാഖ് പിന്നീട് ഒരിക്കലും ശാന്തമായില്ല. പകരം അവിടെ അരാജകത്വവും ആഭ്യന്തര യുദ്ധവും പടർന്നു പിടിച്ചു. ആ സ്ഥിരതയിൽ നിന്നാണ് പിൽക്കാലത്ത് ഐസിസ് പോലുള്ള ഭീകര സംഘടനകൾ പോലും വളർന്നു വന്നത്. സദാം ഒളിച്ചിരുന്ന ആ ചെറിയ മൺകുഴി സത്യത്തിൽ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കം കൂടിയായിരുന്നു. ഇപ്പോൾ ചോദ്യം നിങ്ങളോടാണ്. സദാമിൻ്റെ ഈ ദയനീയമായ അന്ത്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രവൃത്തികളുടെ ഫലമായിരുന്നു, അതോ വിശ്വസ്തരുടെ ചതിയുടെ ഇരയായിരുന്നു അദ്ദേഹം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഇതുപോലുള്ള ചരിത്രപരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടും.